യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് തടയാൻ നയതന്ത്ര ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകി ആക്ഷൻ കൗൺസിൽ. നിമിഷപ്രിയ ഇന്റർനാഷണൽ ഇലക്ഷൻ കൗൺസിലാണ് ഹർജി നൽകിയത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കി കിട്ടാൻ ഏറ്റവും ഒടുവിലുള്ള ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി, തീർച്ചയായും ഈ വധശിക്ഷ നടപ്പാക്കുന്നത് ഒഴിവാക്കി കിട്ടാനുള്ള നടപടികളുടെ ഭാഗമായുള്ള നീക്കത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായൊരു നീക്കമാണ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയാണ്. ഇന്ന് തന്നെ ഹർജി മെൻഷൻ ചെയ്യണമെന്നാണ് ആവശ്യം. മെൻഷൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമ്മളെ അവരുടെ അഭിഭാഷകരെല്ലാം തന്നെ അറിയിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് സുപ്രധാനമായ നിർദ്ദേശങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകണമെന്നൊരാവശ്യമാണ് ഹർജിയിലുള്ളത്. അത് പ്രധാനമായും ദയാധനം നൽകി ഇവരുടെ മോചനം സാധ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തണമെന്നൊരാവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ്, ഈ വിഷയത്തിൽ ദയാധനം നൽകുന്നതിനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നതിനും ഭാരതത്തിൽ നിന്നും അത്തരത്തിൽ തുക ശേഖരിച്ച് അവിടെ എത്തിക്കുന്നതിനുമെല്ലാം തന്നെ കൃത്യമായ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ ആവശ്യമുണ്ട്. അത്തരത്തിലൊരു ഇടപെടൽ നടത്തി കുടുംബത്തിനും ആക്ഷൻ കൗൺസിലിലും കാര്യക്ഷമമായി ഇടപെട്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തലാൽ എന്ന് പറയുന്ന യമൻ പൗരൻ്റെ കുടുംബത്തിന് ഈ നഷ്ടപരിഹാരം നൽകി അല്ലെങ്കിൽ ഈ ദയാധനം നൽകി നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ പ്രധാനമായുമുള്ളത്. നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഒരു അന്തിമമായ ഉത്തരവ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും യമനിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. ആ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ആ ഒരു ഉത്തരവിൽ പ്രധാനമായും പറയുന്നത് ഈ മാസം 16 തന്നെ വധശിക്ഷ നടപ്പാക്കണമെന്നാണ്. 2023 ഇവരുടെ വധശിക്ഷ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ അംഗീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായത്. പിന്നീട് പലതവണയായി ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ മോചനം യാഥാർത്ഥ്യമാക്കുന്നതിനും വധശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും അതൊന്നും ഫലവത്തായില്ല. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഭാരതത്തിനെ നയതന്ത്ര പ്രതിസന്ധി നേരിടുന്നത് നിമിഷപ്രിയ ജയിലിൽ കഴിയുന്ന പ്രദേശം യമനിലെ ഹൂതി ഭീകരരുടെ നിയന്ത്രണത്തിലുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവരുമായി നയതന്ത്ര തലത്തിൽ ഇടപെടാനുള്ള സാധ്യതകൾ പരിമിതമാണ്. പക്ഷേ ദയാധനം നൽകിയുള്ള ഇടപെടൽ നടത്തുന്നതിനെ നയതന്ത്ര തലത്തിൽ സാധ്യമായതെല്ലാം ചെയ്യാനൊക്കും എന്നാണ് ഇപ്പോൾ ഈ നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ നിർദ്ദേശിക്കുന്നത്. അത്തരമൊരു നിർദ്ദേശത്തിന് അനുകൂലമായ നിലപാട് കേന്ദ്ര സർക്കാരിനോട് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു നിർദ്ദേശം നൽകണമെന്ന ആവശ്യമാണ് റിട്ട് പെറ്റീഷനിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് തടയാൻ നയതന്ത്ര ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ആക്ഷൻ കൗൺസിൽ. 16 തീയതിയാണ് വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനമായിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, അതിനുവേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടന്നുവരുന്നത്. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.